ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാട് പട്ടികയിൽ 75 ഇനങ്ങളുണ്ട്. പാൽപ്പായസം മുതൽ വെറ്റില, അടയ്ക്ക വഴിപാട് വരെ കണ്ണൻ്റെ ഇഷ്ട വിഭവങ്ങളാണ് ഇവയിലേറെയും. എന്നാൽ വഴിപാട് പട്ടികയിൽ ഇല്ലാത്ത ഒട്ടേറെ വസ്തുക്കൾ ഭക്തർ ഭഗവാനായി സമർപ്പിക്കുന്നത് ഗുരുവായൂരിലെ പ്രത്യേകതയാണ്. സ്വന്തം സ്ഥലത്ത് വച്ചുപിടിപ്പിച്ച കാർഷിക വിളകളുടെ ആദ്യ വിളവെടുപ്പ് ഗുരുവായൂരപ്പനുള്ളതാണ്. ചേനയും മത്തനും നാളികേരവും നേന്ത്രക്കുലയും പനിനീർപ്പൂവും മുല്ലപ്പൂവും എന്നുവേണ്ട ആദ്യ ഫലം കായ്ച്ചത് കണ്ണന് കാഴ്ചവയ്ക്കും. വഴിപാടുകൾ 2 തരത്തിലുണ്ട്: കാര്യസിദ്ധിക്കായി നടത്തുന്നതും സമർപ്പണമായി ചെയ്യുന്നതും. പണ്ട് മുതലേ ചേനയും കയറും ഗുരുവായൂരിലെ വഴിപാടാണ്. ചേന ത്വക്ക് രോഗം മാറുന്നതിനും കയർ ശ്വാസം മുട്ട് കുറവുണ്ടാക്കുന്നതിനുമാണ് സമർപ്പിക്കുന്നത്. കണ്ണന് ചാർത്തുന്ന മാലകളും അർപ്പിക്കുന്ന പൂക്കളും ക്ഷേത്രത്തിലെ പാരമ്പര്യ കഴകക്കാർ നൽകുന്നത് മാത്രമേ എടുക്കുവാറുള്ളൂ. എന്നാലും ഓരോ ദിവസവും തെച്ചി, തുളസി, മുല്ലമാലകൾ എന്നിവ ധാരാളമായി ഭക്തർ തിരുനടയിൽ സമർപ്പിക്കുന്നു. കുചേല ദിനത്തിൽ മാത്രമുള്ള വഴിപാടായിരുന്നു അവിൽപ്പൊതി. ഇപ്പോൾ എല്ലാ ദിവസവും നടയ്ക്കൽ അവിൽപ്പൊതികൾ സമർപ്പിക്കുന്നുണ്ട്. അടുത്ത കാലത്തായി ചൂൽ വഴിപാടുകളും ധാരാളമായി വരുന്നു. കണ്ണന് ചൂല് സമർപ്പിച്ചാൽ മുടി വളരും എന്ന സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണമാണ് കാരണം. നാരായണ നാരായണ എന്ന ആയിരക്കണക്കിന് തവണ എഴുതിയ ബുക്കും നാരായണ നാമം എഴുതി മടക്കി മടക്കി മാലയാക്കിയതും സമർപ്പിച്ചു വരുന്നുണ്ട്. നാരായണ നാമ പ്രചാരകനായ തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരിയാണ് ഈ സമ്പ്രദായത്തിന് തുടക്കമിട്ടത്. ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നടപ്പുരയിൽ ദീപസ്തംഭത്തിന് മുന്നിലെ ഭണ്ഡാരത്തിന് മുകളിലായാണ് ഭക്തർ സമർപ്പിച്ച വഴിപാട് സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്നത്. പാരമ്പര്യാവകാശികളായ നമ്പൂതിരിമാർ മക്കളുണ്ടായാൽ ആദ്യം ധരിക്കുന്ന ആഭരണങ്ങൾ ഭഗവാന് കാഴ്ചവയ്ക്കുന്ന പതിവുണ്ട്. ചോറൂണ് കഴിഞ്ഞ കുട്ടിയെ ഭഗവാന് അടിമ കിടത്തുകയും ആ കുട്ടിയെ പണം കൊടുത്ത് തിരികെ വാങ്ങുകയും ചെയ്യുന്ന വഴിപാടാണ് അടിമ കിടത്തൽ. കുട്ടി ഭഗവാനായി മാറിയെന്നും സംരക്ഷണ ചുമതല ഭഗവാന് തന്നെയെന്നുമാണ് വിശ്വാസം. കണ്ണനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ദ്രവ്യം സമർപ്പിക്കുക എന്നതാണ് വഴിപാടുകളുടെ അടിസ്ഥാനം. അവിലുമാം മലരുമാം ഫലവുമാം യഥാശക്തി എന്ന കവിവചനം. ഒന്നും സമർപ്പിക്കാനില്ലാത്ത സാധാരണക്കാർക്കായിട്ടാണ് ക്ഷേത്രത്തിനകത്ത ഒരു ചെമ്പിൽ മഞ്ചാടിക്കുരുവും മറ്റൊന്നിൽ കുന്നിക്കുരുവും നിറച്ചു വച്ചിട്ടുള്ളത്. ഇത് വാരി വാരി സമർപ്പിക്കാം. കഴിയുന്ന പോലെ ഒരു നാണയം ആ പാത്രത്തിലിട്ടാൽ സാധാരണക്കാരൻ്റെ ദ്രവ്യ സമർപ്പണവുമായി.